ഹായ് കൂട്ടുകാരെ, നമസ്കാരം. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ രാവിലെ കഴിക്കാൻ ഇഡലിയും സാമ്പാറുമാണ് ഇന്ന് ഉണ്ടാക്കുന്നത്. ഉണ്ടാക്കുന്നതല്ല, ഉണ്ടാക്കി സാമ്പാർ ഉണ്ടാക്കി, ഇഡലി ഇതേ വെന്തിട്ടുണ്ട്. അപ്പോൾ അത് ഓരോന്നായിട്ട് എടുത്ത് വയ്ക്കുകയാണ്. അപ്പോൾ നമ്മുടെ ഇഡലിയും സാമ്പാറും ഒക്കെ റെഡിയായി വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ മോൾക്ക് ക്ലാസ്സിന് പോകേണ്ടതുകൊണ്ട് പെട്ടെന്ന് തന്നെ മോൾക്ക് കഴിക്കാൻ വേണ്ടിയിട്ടൊക്കെ ഞാൻ എടുത്തു കൊടുക്കുന്നുണ്ട്. അപ്പോൾ കൂട്ടുകാരെ, ഞാൻ ചെറിയൊരു വിഷമത്തിലാണ് കേട്ടോ. കാരണം മറ്റൊന്നുമല്ല, ഞാനിടുന്ന വീഡിയോസിനൊന്നും ഒട്ടും വ്യൂസില്ല കേട്ടോ. ഈ അടുത്ത് ഇട്ട ഒരു വീഡിയോയ്ക്കും വ്യൂസൊന്നും കിട്ടുന്നില്ല കേട്ടോ. എൻ്റെ കഷ്ടകാലം എന്ന് പറയാൻ നല്ലത് എന്തു പറയാനാ. അപ്പോൾ അതേ മോൾക്ക് കഴിക്കാൻ കൊടുത്ത് മോള് കഴിച്ച് കഴിഞ്ഞിട്ട് ക്ലാസ്സിന് പോകാനൊക്കെ ഇറങ്ങിയ. അപ്പോൾ ഇന്ന് ഓട്ടോ പറഞ്ഞിട്ടുണ്ട്, അപ്പുറത്ത് ഓട്ടോ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഓട്ടോയ്ക്ക് പോകാനായിട്ട് പോയിട്ടുണ്ട്, ബസ് സ്റ്റോപ്പ് വരെ ഓട്ടോയ്ക്ക് പോകാനാണ്. അപ്പോൾ ഇന്ന് മോൻ ഇത് വർക്ക് ഉള്ളതുകൊണ്ട് മോനിന്ന് ആക്കാനായിട്ട് പോയിട്ടില്ലായിരുന്നു. അങ്ങനെ ദേ വണ്ടി വന്ന് മോള് പോയി. പിന്നെ അത് കഴിഞ്ഞിട്ട് ഉച്ചയൂണിൻ്റെ തിരക്കുകളാണ് കേട്ടോ. ഉച്ചയ്ക്ക് ചോറ് വയ്ക്കണം. പിന്നെ രാവിലെ ഇന്ന് മോന് പോകണ്ടാത്ത കാരണം ഞാൻ പിന്നെ അതിരാവിലെ ഇന്ന് അരിയിട്ടൊന്നുമില്ല. കുറച്ച് ലേറ്റായിട്ട് വെച്ചാൽ മതിയെന്ന് വിചാരിച്ച് അങ്ങനെ ഞാൻ കുടിവെള്ളം തിളപ്പിച്ച് ഇറക്കി വെച്ചിട്ടുണ്ട്. കുടിവെള്ളം ആണ് ഇറക്കി വെച്ചത്. ഇനിയിപ്പം അരി അടപ്പത്തിടാൻ വീണം. അപ്പം അരിക്ക് വെള്ളം ആദ്യം വയ്ക്കണം. പിന്നെ നമുക്ക് മീൻകറി ഇന്നലെ വൈകുന്നേരം മീൻ കിട്ടിയിട്ടത് കറി വെച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്നലെയും വൈകിട്ടും എടുത്ത്, അപ്പോൾ ഇന്നും കൂടെ കൂട്ടാനായിട്ടാണ് നമ്മൾ കൂടുതൽ കറി വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ പച്ചക്കറിയെ വെക്കുന്നുള്ളൂ ഇന്ന്. അപ്പോൾ ഇന്ന് വയ്ക്കുന്ന പച്ചക്കറിയെന്ന് വെച്ചാൽ വഴുതനങ്ങയുണ്ട്, പാവയ്ക്കുണ്ട്. പാവയ്ക്ക് ഇത് ഒരെണ്ണം ഫ്രിഡ്ജിലിരുന്നാണ്. അപ്പോൾ ഇത് ഇന്നത്തത് കഴിഞ്ഞാൽ പിന്നെ അത് കേടായി പോകും. അപ്പോൾ ഞാൻ ഓർത്തന്നെ അതൊന്ന് മെഴുക്ക് പുരട്ടി എടുക്കാം, ഫ്രൈ ചെയ്തെടുക്കത്തില്ലേ, അങ്ങനെ എടുക്കാം. പിന്നെ വഴുതനങ്ങ പൊള്ളിച്ചെടുക്കാൻ പോയണേ. അപ്പോൾ നാടൻ വഴുതനങ്ങയാണ്. ഇപ്പം കഴിഞ്ഞ ദിവസം ഞാനും ചേട്ടായും കൂടെ ഡോക്ടറെ കണ്ടിട്ട് ഇങ്ങോട്ട് വരുന്ന വഴിക്ക് നമ്മൾ നാടൻ പച്ചക്കറി കടയിൽ കയറിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടുന്ന് നാടൻ പച്ചക്കറി വാങ്ങിയതിൻ്റെ കൂട്ടത്തിൽ വഴുതനങ്ങ വാങ്ങിച്ചതായിരുന്നേ. അപ്പോൾ വഴുതനങ്ങ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇവിടെ കൂടുതലും എനിക്കാണ് ഇഷ്ടം വഴുതനങ്ങ. അപ്പോൾ ഇവിടെ മക്കൾ എന്നെ കളിയാക്കും കേട്ടോ. അമ്മ പച്ചക്കറി കട കയറിയാണെങ്കിൽ വഴുതനങ്ങ വാങ്ങാതാണ്ട് പോരത്തില്ലെന്നൊക്കെ പറഞ്ഞ് എന്നെ കളിയാക്കും കേട്ടോ. നാടനാണെങ്കിൽ മാത്രമേ ഞാൻ വാങ്ങാറുള്ളൂ. പിന്നെ ചില വഴുതനങ്ങയ്ക്ക് കയ്പുണ്ടാവും. കയ്പുള്ളതാണെങ്കിൽ എനിക്ക് അത്ര ഇഷ്ടമല്ല. അപ്പോൾ ഇത് കണ്ടപ്പോൾ നാടനാണെന്ന് കണ്ടുകൊണ്ട് ഞാൻ വാങ്ങിയതാണ്. അപ്പം ഞാൻ നോക്കിയതേ മഴക്കാറുണ്ടോ എന്ന് നോക്കിയാണ് കേട്ടോ. ഞാൻ തുണിയൊക്കെ കഴുകിയിട്ടിട്ടുണ്ട്, വിരിച്ചിട്ടിരിക്കുകയായിരുന്നേ. അപ്പോൾ അത് മഴക്കാറുണ്ടെങ്കിൽ നമ്മൾ അറിയത്തില്ല. അപ്പം ഞാനതാണ് നോക്കിയത് കേട്ടോ. അപ്പോൾ ഞാൻ വഴുതനങ്ങ അത് 3 വഴുതനങ്ങ എടുത്തിട്ടുള്ളൂ പൊള്ളിക്കാനായിട്ട്. അപ്പോൾ അതൊന്ന് ചെറിയ കോന്തി എടുത്തിട്ട് ഇങ്ങനെ ചെറിയ പീസായിട്ട് ഇങ്ങനെ അരിഞ്ഞ് ഉപ്പുവെള്ളത്തിലിട്ട് വയ്ക്കുകയാണ്. കറിയില്ലെങ്കിലും നാടനാണെന്ന് പറഞ്ഞെങ്കിലും നമുക്കറിയത്തില്ലല്ലോ. അതുകൊണ്ട് ഞാൻ കുറച്ച് ഉപ്പിട്ടിട്ട് ഉപ്പ് വെള്ളത്തിലേക്ക് ഇട്ട് വയ്ക്കുകയാണേ. അപ്പോൾ അതെല്ലാം ഞാൻ അരിഞ്ഞ് വെച്ചിട്ട് ഇനി നമുക്ക് ആ പാവയ്ക്കയും കൂടി എടുത്തൊന്ന് ഉപ്പ് വെള്ളത്തിലിട്ട് വയ്ക്കണം. കയ്പുള്ളതായിരിക്കും. അത് നാടൻ പാവയ്ക്കയല്ല കേട്ടോ, നമ്മുടെ തൊട്ടിവിടെ അടുത്ത കടയിൽ നിന്ന് വാങ്ങിയതായിരുന്നു. അതിൻ്റെ ഒരെണ്ണം ഞാൻ നേരത്തെ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് ചെറിയ കയ്പൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ പിന്നെ അതിൻ്റെ കൂടെ വാങ്ങിയതല്ലേ, അതുപോലത്തെ പാവയ്ക്ക തന്നെയായിരുന്നു. അപ്പോൾ അതിനും കയ്പ് കാണും. അപ്പോൾ കുറച്ച് ഉപ്പ് പുരട്ടി വെച്ചിട്ട് അതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാമെന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ അതേ വഴുതനങ്ങ ഞാൻ അരിഞ്ഞ് വെച്ച് ഇനി പാവയ്ക്ക് അരിയണം. അപ്പോൾ അത് ഒരുപാടൊന്നുമില്ല, ഒരു കുഞ്ഞു പാവയ്ക്കയാണ്. അപ്പോൾ ഉള്ളതാകട്ടെ നാളത്തേക്ക് മാറ്റി വെച്ച് കഴിഞ്ഞാൽ അത് കേടായി പോകുമല്ലോ എന്ന് വിചാരിച്ചാണ് അതും കൂടെ എടുക്കുന്നത്. അപ്പോൾ ഞാൻ അതും കൂടെ അരിഞ്ഞ് വയ്ക്കുകയാണ്. അപ്പോൾ വേറൊരു കാര്യം കൂട്ടുകാരോട് പറയാനുള്ളതെന്ന് വെച്ചാൽ, നമ്മുടെ വീഡിയോസൊക്കെ ആദ്യമായിട്ടൊക്കെ കാണാൻ വരുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടാവില്ലേ. അപ്പോൾ അങ്ങനെയുള്ള കൂട്ടുകാരൊക്കെ ആദ്യമായിട്ട് ആണ് ചാനലിലോട്ട് വരുന്നെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂട്ടാക്കിയേക്കണേ. മാത്രമല്ല വീഡിയോ ഇഷ്ടമാകുകയാണെങ്കിൽ ഒരു ലൈക്ക് അടിച്ചേക്കണം. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും വീഡിയോയെക്കുറിച്ച് നിങ്ങൾക്ക് എന്ത് അഭിപ്രായങ്ങളും ഉണ്ടെങ്കിലും അത് നിർദ്ദേശമായിക്കോട്ടെ, എന്തായിക്കോട്ടെ, അത് കമൻറ്റ് ബോക്സിൽ ഇട്ടേക്കണം കേട്ടോ. അപ്പോൾ അതിന് റിപ്ലൈ ഞാൻ തരുന്നതായിരിക്കും. അപ്പോൾ വെള്ളം ഞാൻ അരിക്ക് വെള്ളം ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ വെള്ളം നന്നായിട്ട് ചൂടായി കിടക്കുകയായിരുന്നു. അപ്പോൾ ഞാൻ അതിലേക്ക് അരി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി അതൊന്ന് തിളച്ച് കഴിയുമ്പോൾ ഞാനത് റൈസ് കുക്കറിലേക്ക് മാറ്റി വയ്ക്കും. പിന്നെ ഞാൻ കുടിവെള്ളം തിളപ്പിച്ച് വെച്ചിരുന്നില്ലേ, അപ്പോൾ അത് കുറച്ചൊന്ന് ഒഴിച്ച് വയ്ക്കാൻ വേണേ. അപ്പോൾ വെള്ളം ചോദിക്കും.
കുറച്ച് വെള്ളം തണുപ്പിക്കാനായിട്ട് ഒഴിച്ച് വയ്ക്കുകയാണേ. ഇവിടെ എല്ലാവർക്കും എപ്പോഴും വെള്ളം വേണം. അപ്പോൾ തണുത്ത വെള്ളം നോക്കിയപ്പോൾ ഇരിപ്പില്ല, എല്ലാവരും കുടിക്കാനൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊന്ന് തണുക്കണമെങ്കിൽ ഇപ്പോഴേ ഒഴിച്ച് വെച്ചാലേ തണുക്കുള്ളൂ. അപ്പോൾ ഞാൻ അതൊന്ന് തണുക്കാനായിട്ട് അവിടെ ഫാൻ ഓൺ ചെയ്ത് വെച്ചിട്ടുണ്ട്. ടേബിൾ ഫാനിൻ്റെ അടുത്ത് കൊണ്ടുപോയി വയ്ക്കുകയാണേ. പിന്നെ വന്നിട്ട് ഞാനത് വഴുതനങ്ങ അടപ്പത്ത് വയ്ക്കാൻ വേണ്ടി പൊള്ളിക്കാനുള്ളത് നേരത്തെ അരിഞ്ഞ് ഉപ്പ് വെള്ളത്തിലൊക്കെ ഇട്ട് വെച്ചിരുന്നത് 3-4 തവണ കഴുകി എടുത്തതാണ്. അതിന് ശേഷമാണ് ഞാനൊരു പാനിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ അതിൻ്റെ കൂടെ തന്നെ ഒരു സവോള, ഒരു ചെറിയൊരു സവോള അരിഞ്ഞ് അതിൻ്റെ കൂടെ ചേർക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കണം. പിന്നെ അതിലേക്ക് ഒരു 1.5 ടീസ്പൂൺ മുളക് പൊടിയും കൂടെ ചേർത്തിട്ട് നമുക്കൊരു അല്പം വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഒരുപാട് വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല. വഴുതനങ്ങയിൽ തന്നെ വെള്ളം ഉള്ളതാണ്. അപ്പോൾ നമ്മൾ അല്പം വെള്ളം ഒഴിച്ച് കൊടുത്തൊന്ന് അടച്ച് വെച്ച് സിമ്മിലിട്ട് കൊടുത്താൽ മതി. അവിടെ ഇരുന്നത് പെട്ടെന്ന് വെന്ത് കിട്ടും. അപ്പോൾ അങ്ങനെയാണ് ഞാൻ പൊള്ളിക്കുന്നത്. മുളകിൽ പൊള്ളിച്ച് സിമ്പിളായിട്ടൊക്കെ ചെയ്യുന്ന കാര്യങ്ങളാണ് കേട്ടോ ഇത്. തേങ്ങാപ്പാലിലൊക്കെ പൊള്ളിച്ചെടുക്കും പലരും, പക്ഷേ ഇത് ഒരു സിമ്പിളായിട്ട് പൊള്ളിക്കുന്ന ഒരു രീതിയാണ് കേട്ടോ. മുളക് പൊടി ഉപ്പുമൊക്കെ ഇട്ടിട്ട് ഇതുപോലെ വെള്ളവും അല്പം ഒഴിച്ച് അടച്ചു വെച്ച് അത് വെന്ത് വരുമ്പോൾ അല്പം വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ച് കഴിയുമ്പോൾ വഴുതനങ്ങ പൊള്ളിച്ചത് റെഡിയാണ് കേട്ടോ. ഇത് സിമ്പിളായിട്ട് ചെയ്യുന്ന ഒരു രീതിയാണ്. അപ്പോൾ അത് അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് പാവയ്ക്ക മെഴുക്ക് പുരട്ടണം. അത് ഒരു ഫ്രൈ പോലെ എടുക്കാമെന്ന് വിചാരിച്ച്. അപ്പോൾ ഈ ഒരു ഇരുമ്പ് ചീനച്ചട്ടി വെച്ചിട്ട് നമുക്ക് അതിലേക്ക് ഇട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് നമുക്ക് ഫ്രൈ ആയി വരും. അപ്പോൾ നല്ല കരിമുരാ നമുക്ക് ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാനായിട്ടൊക്കെ നല്ല ടേസ്റ്റാണ്, കയ്പും അറിയത്തില്ല. അപ്പോൾ ഞാൻ ആ പാവയ്ക്കയുടെ കൂടെ തന്നെ ഒരു ചെറിയ സവോളയും കൂടെ അരിഞ്ഞെടുക്കുന്നുണ്ട്. അതിന് ശേഷം നമുക്ക് പാത്രം അടുപ്പത്ത് വെച്ചിട്ട് അതും കൂടെ ഒന്ന് മെഴുക്ക് പുരട്ടണം. അപ്പോൾ ഇത് എഡിറ്റ് ചെയ്യണ സമയത്താണ് കേട്ടോ എനിക്കത് മനസ്സിലായത്. ഈ ഒരു ഭാഗം, അതായത് ഈ ഒരു പോർഷൻ എനിക്കത് നല്ല ക്ലിയർ അല്ലായിരുന്നു, വീഡിയോ ക്ലിയർ അല്ലെന്ന് എനിക്ക് എഡിറ്റ് ചെയ്ത സമയത്താണ് എനിക്ക് മനസ്സിലായത്. പിന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ലായിരുന്നു. അതുകൊണ്ട് ഞാൻ പിന്നെ അത് ഡിലീറ്റ് ആക്കിയില്ല. അതങ്ങനെ തന്നെ കിടക്കട്ടെ എന്ന് വിചാരിച്ചേട്ടാ. കൂട്ടുകാർക്ക് നല്ല ക്ലാരിറ്റി കിട്ടില്ലെന്ന് എനിക്കറിയാം, എങ്കിലും അത് കളയണ്ടല്ലെന്ന് വെച്ചിട്ട് ഞാൻ ഇട്ടതാണ്. അത് ആ ഒരു പോർഷൻ മാത്രമേ അത്രയും ക്ലിയർ ആകാതെ വന്നുള്ളൂ. നമ്മുടെ ഒരു പഴയ ഫോണാണ് കേട്ടോ, അതിൽ അത്രയ്ക്ക് ക്ലാരിറ്റിക്ക് കിട്ടുള്ളൂ. ഒരുപാട് റിപ്പയറും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ ഒരു ഫോണാണിത്. അപ്പോൾ നമ്മുടെ കറികളെല്ലാം ഞാൻ പറഞ്ഞില്ലേ, വഴുതനങ്ങ വെച്ചിട്ടുണ്ട്. പിന്നെ ഇത് പാവയ്ക്ക ഇടാനായിട്ട് ഒരു ഇരുമ്പിൻ്റെ ഒരു ചെറിയൊരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് എണ്ണ ഒഴിച്ച് കൊടുത്ത് അതിലേക്ക് കടുക് പൊട്ടിച്ചിട്ട് അരിഞ്ഞു വെച്ച പാവയ്ക്കയും സവോളയും കൂടി ഇട്ട് ഒന്ന് വഴറ്റി കൊടുക്കുകയാണേ. അപ്പോൾ ആവശ്യത്തിന് അല്പം ഉപ്പും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി അത് നന്നായിട്ട് അവിടെ ഇരുന്ന് ഒന്ന് ഫ്രൈ ആയി വന്നു കഴിയുമ്പോൾ അല്പം മുളക് പൊടിയും കൂടി ഇട്ടെടുക്കും, അത്രയല്ലേ. പിന്നെ ഇന്ന് നല്ല വെയിലാണ് കേട്ടോ. അപ്പോൾ ഞാൻ എന്ത് ചെയ്തെന്ന് വെച്ചെന്നാൽ നമുക്ക് റേഷൻ കടയിൽ നിന്ന് വാങ്ങിയ ഗോതമ്പ് ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ ഇനി അതൊന്ന് കഴുകി വെയിലത്തിടണം. അപ്പോൾ നമ്മുടെ വഴുതനങ്ങ പൊള്ളിച്ചത് റെഡിയായി വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. വഴുതനങ്ങ മാത്രമല്ല പാവയ്ക്കയും റെഡിയായി കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഉച്ചയൂണിനുള്ള കറിയൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, മീൻകറി അരച്ചുകൂട്ട് കറി വേറെ ഞാനൊന്നും വെച്ചില്ല. അപ്പോൾ ഇന്നലത്തെ മീൻകറി ചൂരക്കറിയുടെ ഇരിപ്പുണ്ട്. അപ്പോൾ ആ കറി ഉള്ളത് കൊണ്ട് ഞാൻ പിന്നെ വേറെ കറിയൊന്നും വെച്ചിട്ടില്ലായിരുന്നു. പിന്നെ ഗോതമ്പ് കഴുകാമെന്ന് വെച്ച്, കാര്യം അതൊന്ന് പേറ്റിയൊക്കെ എടുക്കണം. നിറയെ കായും കല്ലും ഒക്കെ ഉള്ളതാണ് റേഷൻ കടയിലല്ലേ. അപ്പോൾ ഒന്ന് പേറ്റിയൊക്കെ എടുത്തിട്ട് വേണം ഇനി ഇതൊന്ന് നന്നായിട്ട് കഴുകിയിട്ട് ഒന്ന് കൊണ്ടുപോയി ടെറസിൽ കൊണ്ടുപോയിട്ട് ഒന്ന് ഉണക്കിയെടുക്കണം. അപ്പോൾ ഇന്ന് മാത്രമല്ല, നാളെയും കൂടെ വെയിൽ കൊള്ളിച്ചാലേ നമുക്കിത് പൊടിപ്പിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഞാൻ 2 പായലായിട്ട് വിരിച്ചിട്ടിട്ടുണ്ടായിരുന്നേ. കൂടുതലുണ്ടായിരുന്നു ഗോതമ്പേ. 2 പ്രാവശ്യം വാങ്ങിച്ചതും കൂടെ ഒറ്റ പ്രാവശ്യമായിട്ട് ഞാൻ കഴുകിയതാണ്. 2 പ്രാവശ്യം എനിക്ക് മെനക്കെടാൻ കഴിയത്തില്ലായിരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഒറ്റ പ്രാവശ്യം തന്നെ അത് 2ഉം കൂടെ കഴുകിയിട്ട് 2 പായലിട്ട് ഉണക്കിയെടുക്കുകയാണ്. അപ്പോൾ ഇന്ന് നല്ല വെയിലാണ് കേട്ടോ. എന്ന് വെച്ചാൽ ഇന്ന് തന്നെ ഉണങ്ങി കിട്ടത്തില്ല. നാളെ ഒന്നുകൂടെ വെയിലത്തിട്ടൊന്ന് ചൂടാക്കിയാൽ മാത്രമേ നമുക്ക് പൊടിപ്പിക്കാൻ പറ്റുള്ളൂ. പിന്നെ അതിന് ശേഷം തുണികളൊക്കെ ഉണങ്ങി കിട്ടിയിട്ടുണ്ടായിരുന്നു, അതൊക്കെ മടക്കിയൊക്കെ വെച്ച് പിന്നെയാണ് ഊണ് കഴിക്കാൻ വേണ്ടിയിട്ടൊക്കെ താഴെ വന്ന് കറികളൊക്കെ റെഡിയായിട്ടുണ്ടായിരുന്നേ. ഞാൻ പറഞ്ഞില്ലേ, പാവയ്ക്ക റെഡിയായി കിട്ടി. പിന്നെ ഉണക്കച്ചെമ്മിൻ്റെ ഒരു മുളക് ചമ്മന്തി അരച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഊണ് കഴിക്കാനൊക്കെ എല്ലാം എടുത്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. പിന്നെ ഞാൻ അത് കഴിഞ്ഞ് വീഡിയോ ഒന്നും എടുത്തില്ല. പിന്നെ വൈകുന്നേരമാണ് കേട്ടോ, കുറച്ച് നാടൻ കപ്പ ഇരിപ്പുണ്ടായിരുന്നേ. അപ്പോൾ കഴിഞ്ഞ ദിവസം പച്ചക്കറി വാങ്ങിയ കൂട്ടത്തിൽ കടയിൽ നിന്ന് വാങ്ങിയ കപ്പയാണ്, നല്ല നാടൻ കപ്പയായതുകൊണ്ട് വാങ്ങിയതാണ്. അപ്പോൾ ഇനി അതൊന്ന് പൊളിച്ചെടുത്തിട്ട് കൊത്തി അരിഞ്ഞിട്ടൊന്ന് വേവിച്ചെടുക്കാൻ പോയാണ്. പിന്നെ ഒരു കട്ടൻ ചായ ഇട്ട് കുടിക്കാമെന്ന് വിചാരിച്ചിട്ട് കട്ടൻ ചായ ഇട്ടിട്ട് ഞങ്ങളെല്ലാവരും കുടിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ കുറച്ച് വെണ്ടയ്ക്ക ഇരുന്നത് അതും ഒന്ന്
അരിഞ്ഞെടുത്തിട്ടുണ്ടായിരുന്നേ, ഒരു കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് സവോളയൊക്കെ അരിഞ്ഞ് എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ കൂട്ടുകാർക്ക് ഇഷ്ടമായെങ്കിൽ ഒരു ലൈക്ക് തന്ന് നമ്മളെ സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. ടാറ്റാ, ബൈ ബൈ, സീ യു.